എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂഡൽഹി. പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈനാധിപനായിരുന്നു കൈത്തേരി അമ്പു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ ആണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദാദാഭായ് നവറോജി. ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 24. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അലൂമിനിയം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നാഗാലാൻഡ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാൻക്രിയാസ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, രാഷ്ട്രപതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മാഹി. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത്? ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ജീവകം സി. ചുവടെ പറയുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. A1 ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. B2 ബീഹാറിൻ്റെ ദുഃഖം കോസി. C3 ഒഡീഷയുടെ ദുഃഖം മഹാനദി. D4 അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, പൊതുഭരണം. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓസോൺ പാളി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1911 ഡിസംബർ 27 കൽക്കത്ത. ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ, അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ,
അവർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. A1 ഗദ്ദിസ് ഹിമാചൽ പ്രദേശ്, B2 ലെപ്ച സിക്കിം, C3 ലുഷായ് മിസോറാം, D4 വാർലി മഹാരാഷ്ട്ര. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാര്? ഓപ്ഷൻ എ ആണ് ഉത്തരം. താനിയ ഷെർഗിൽ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആസ്ബറ്റോസ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3.28. ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉച്ചലിത വൃഷ്ടി. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തെ ഏത് സൂചിപ്പിക്കുന്നു? ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് ഏത് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വെക്സിലോളജി. കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചരൺ സിംഗ്. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. പുകയില വിരുദ്ധ ദിനം. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുണ്ഡകോപനിഷത്ത്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിൽ? റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒക്ടോബർ, നവംബർ. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെറിബ്രം. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുവനന്തപുരം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അയഡിൻ. ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്ത്? ഭൂവൽക്കത്തെയും ഉപരി മാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ശിലാമണ്ഡലം. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. നികുതികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 265. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ അലോട്രോപ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗ്രാഫിൻ. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4, 5, 6. പട്ന, വാരാണസി, ഹൃഷികേശ്, കാൺപൂർ, ഹരിദ്വാർ. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്? അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിയമനിർമ്മാണ വിഭാഗം. ഖരപദാർത്ഥങ്ങളിലൂടെ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചാലനം. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാര്? ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. CV രാമൻപിള്ള. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ദക്ഷിണ ഗംഗോത്രി. ധനബില്ലുകൾ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്? ധനബില്ലുകൾ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ലോക്സഭ. റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത്? റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മാഡം ക്യൂറി. താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4, 1, 3, 5. 2 ഓക്സിജൻ, 4 സിലിക്കൺ, 1 അലുമിനിയം, 3 അയൺ, 5 കാൽസ്യം. അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? അന്തരീക്ഷവായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4, 5. മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏത്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ധരാതലീയ ഭൂപടം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്സിജൻ. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം? പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വയലറ്റ്. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്? ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എഡിമ. അരുണരക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ്? അരുണരക്താണുക്കളുടെ ആകൃതി മാറുന്നത് മൂലം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്ത അവസ്ഥയാണ്?
ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിക്കിൾ സെൽ അനീമിയ. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജസ്റ്റിസ് പാർട്ടി. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ജിയോമോർഫോളജി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.